നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. UAE അങ്ങനെയാണ്. നിയമങ്ങളെല്ലാം തുല്യമാണ്. അത് ആണായാലും പെണ്ണായാലും. ഇനി നിയമമായാൽ തന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, വച്ചത് തന്നെ. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വാർത്തയിലേക്ക്. യുവാവിനെ പിന്തുടർന്ന് അനുമതിയില്ലാതെ ഫോട്ടോ എടുക്കുകയും അവ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത യുവതിക്ക് 10,000 ദിർഹം പിഴ നൽകിയിരിക്കുകയാണ്. റാസ് അൽ ഖൈമ സിവിൽ കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരു ഷോപ്പിംഗ് സെന്ററിന്റെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് തന്നെ പിന്തുടരുകയും അനുമതിയില്ലാതെ മൊബൈൽ ഫോണിൽ നിരവധി ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തുവെന്നാണ് അറബ് പൗരനായ യുവാവ് കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ യുവാവ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് യുവതി കോടതിയിൽ ആരോപിച്ചുവെങ്കിലും അത് അടിസ്ഥാനരഹിതമാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. വ്യാജ പരാതിയെ തുടർന്ന് യുവാവിന് 39 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നിരുന്നു. ഇത് യുവാവിനെ മാനസികമായി തളർത്തിയെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 10,000 ദിർഹം പിഴയ്ക്കൊപ്പം കോടതി ചിലവായും അഭിഭാഷകന്റെ ഫീസായും യുവാവിന് ചിലവായ തുകയും യുവതി നൽകണമെന്ന് കോടതി വിധിക്കുകയുണ്ടായി. യുവാവിന്റെ സ്വകാര്യത ലംഘിച്ചതിന് കേസിൽ നേരത്തെ കീഴ്ക്കോടതി യുവതിക്ക് 5,000 ദിർഹം പിഴ ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ പരാതിക്കാരൻ സിവിൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. യുവാവ് തന്നെ ശല്യം ചെയ്തുവെന്നും അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഫോട്ടോ എടുത്തതെന്നും യുവതി കോടതിയിൽ പറയുകയുണ്ടായി. CID ഉദ്യോഗസ്ഥനല്ലാതെ മറ്റാർക്കും ഈ ചിത്രം കൈമാറിയിട്ടില്ലെന്നും ഇവർ വാദിക്കുകയും ചെയ്തു. എന്നാൽ ഷോപ്പിംഗ് സെന്ററിന്റെ ഫുഡ് കോർട്ട് മുതൽ തന്നെ പിന്തുടരുകയായിരുന്നുവെന്നാണ് യുവാവിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ തന്റെ ചിത്രങ്ങൾ എടുത്തുവരുന്നു. CCTV ക്യാമറകളിൽ ഇക്കാര്യം വ്യക്തമായിട്ടുമുണ്ട്. തുടർന്ന് ഈ ചിത്രങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കുകയും ഇത് വാട്സപ്പ് വഴി മറ്റുള്ളവർക്ക് കൈമാറുകയുമായിരുന്നു. ഇരുവരും തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ബന്ധം അവസാനിപ്പിച്ചിരുന്നു. ഇതിനുശേഷം താൻ യുവതിയെ ശല്യം ചെയ്യാനോ അങ്ങോട്ട് പോയി സംസാരിക്കാനോ ശ്രമിച്ചിട്ടില്ലെന്ന് യുവാവ് കോടതിയെ അറിയിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.